നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് തോന്നുന്നു. റോമ 8:18. എൻ്റെ പേര് റിൻസി തോമസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇന്ന് എന്നെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഉയർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഒരു 5 വർഷത്തോളമായി PSC വഴി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. കുറേ പരീക്ഷകൾ എഴുതിയെങ്കിലും എനിക്ക് ലിസ്റ്റിലൊന്നും വരാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ 2023 സെപ്റ്റംബർ 1 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആദ്യമായിട്ട് ഞാനൊരു ലിസ്റ്റിൽ വന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊരു ഇത്രയും കാലം കൊണ്ട് ഞാനൊരു ലിസ്റ്റിൽ വന്നല്ലോ. അങ്ങനെ ഞാൻ ഒന്നാമതായിട്ട് പുതുക്കി. അങ്ങനെ പുതുക്കലൊക്കെ കഴിഞ്ഞ് ലിസ്റ്റ് ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ആ ലിസ്റ്റ് ഒരു അതിന് ബിരുദം ഉള്ളവർ സ്റ്റേ കൊടുത്തതായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്റ്റേ മാറി. സ്റ്റേ മാറിയ വിവരം ഞാൻ അറിഞ്ഞത് ഞാനൊരു ഉടമ്പടി പത്രം കൊടുക്കണ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഇതെനിക്ക് എന്തായാലും കിട്ടും. അങ്ങനെ എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ എല്ലാ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഉപ്പും തൈലും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. കാശ് രൂപം കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ലിസ്റ്റ് റിജക്ഷനായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വർഷം കൊണ്ട് ഞാൻ വന്നൊരു ലിസ്റ്റായിരുന്നു. അപ്പം ഭയങ്കര വിഷമമൊക്കെ ആയി. എന്നിട്ട് ഞാൻ വീണ്ടും 2024 ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാം വാർഷികത്തിന് ഇവിടെ വന്നിട്ട് എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കി. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് എനിക്ക് എന്തെങ്കിലും, ഞാൻ എഴുതിയ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ റിസൾട്ട് വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഡിസംബർ 31 ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 എക്സാം എഴുതിയിരുന്നു. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ആ എക്സാമിൽ എനിക്ക് സംസ്ഥാന തലത്തിൽ 3ാം റാങ്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ റിജക്ഷനായ ലിസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്കൊരു 500ൻ്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി തരാൻ വേണ്ടിയിട്ടാണ് മാതാവ് എന്നെ എനിക്ക് ആ ലിസ്റ്റ് റിജക്ഷനായിട്ട് അടുത്തതിൽ തന്നത്. ഈ ഏപ്രിൽ 11 എനിക്ക് അതിൻ്റെ ജോയിനിങ് ലെറ്റർ വന്നു. ഞാൻ നാളെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ മുൻപ് മാതാവിനോട് വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ കുറച്ച് അസാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എളിമപ്പെടാൻ തയ്യാറായി. അതുപോലെ തന്നെ ആൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അറിയാതെ ഞാൻ അവിടെ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആളും ഞാൻ തമ്മിലിപ്പോൾ 1.5 വർഷമായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ആർത്രൈറ്റിസിൻ്റെ, അതായത് രക്തവാതം ഉണ്ടായിരുന്നു. ഒരു 8 വർഷമായിട്ട് എൻ്റെ പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 8 വർഷമായിട്ട് 5 വർഷം ഞാൻ സ്ഥിരം മരുന്ന് കഴിച്ചു. 3 വർഷം ഞാൻ 3 മാസം കൂടുമ്പോൾ ഓരോ കോഴ്സ് വെച്ച് മരുന്ന് കഴിക്കുമായിരുന്നു. 2023 സെപ്റ്റംബറിന് ശേഷം ഞാൻ ഈ നിമിഷം വരെ ഒരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. ഞാൻ എങ്ങാനും ചെറിയ വല്ല വേദനകൾ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഞാൻ തൈലം പറ്റും, എനിക്കപ്പോൾ തന്നെ അതും മാറാറുണ്ട്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്കുണ്ട്. മാതാവിൻ്റെ സാമീപ്യം എനിക്ക് എപ്പോഴും എൻ്റെ എല്ലാ കാര്യത്തിലും, ഞാനൊന്ന് അമ്മയെന്ന് വിളിച്ചാൽ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് കാറ്റായിട്ടും മണമായിട്ടും എല്ലാം എപ്പോഴും മാതാവ് എൻ്റെ കൂടെയുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ അപ്പുറം ഒരു മേഴ്സി ഹോം ഉണ്ട്. അവിടെ ഈ ശയ്യാവലംബരായിട്ടുള്ള ആൾക്കാരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്തവരാണ്. അപ്പോൾ
അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ പത്രം വാങ്ങിച്ച് കൊടുക്കും. ആദ്യത്തെ സമയത്തൊക്കെ മടിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ടും എനിക്കറിയാവുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് സമയത്തിന് കാണും, എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാ ദിവസവും സാക്ഷ്യം കാണും. സാക്ഷ്യം കണ്ടില്ലെങ്കിലാണ് എനിക്ക് വിഷമം. ഇപ്പോൾ പിന്നെ എന്നും ദിവ്യബലിക്ക് പങ്കെടുക്കും. ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രം കുമ്പസാരിച്ചിരുന്ന ഞാനിപ്പോൾ എല്ലാ മാസം പറ്റുകയാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കും. അങ്ങനെ ആത്മീയമായിട്ടും ഒരുപാട് ഉയർന്നു. എൻ്റെ എല്ലാ ദേഷ്യങ്ങളും വിഷമങ്ങളും എല്ലാം മാറി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഫിലിപ്പി 3:16-17 തിരുവചനങ്ങൾ. നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം. സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ. ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുവിൻ. പ്രിൻസി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നന്മകളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഏറെ വർഷങ്ങളായി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി മകൾ പരിശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും എത്തപ്പെടുവാൻ മകൾക്ക് സാധിച്ചിരുന്നില്ല. 2023 ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു, ഞാൻ എഴുതുന്ന PSCയുടെ പരീക്ഷകളിൽ ഒരു സർക്കാർ ജോലി ലഭിക്കത്തക്ക വിധം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന്. മകളെപ്പോഴും ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും പരീക്ഷ എഴുതുവാൻ പോകുന്ന ഇടങ്ങളിൽ ഉടമ്പടി ഉപ്പ് വിതറിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സഹായവും തേടുകയും ഉടമ്പടി കാശുരൂപം ധരിച്ചുകൊണ്ട് അമ്മയുടെ വലിയ സഹായത്തിൽ ഓരോ പരീക്ഷയെ സമർപ്പിക്കുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, ആദ്യം ലിസ്റ്റിൽ വന്ന ഒരു ജോബിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തോടു കൂടിയാണ് കാത്തിരുന്നത്. എന്നാൽ അല്പനാളുകൾക്ക് ശേഷം സ്റ്റേ വരികയും ലിസ്റ്റ് റിജക്റ്റ് ആവുകയും തന്നെ വലിയ സങ്കടത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. എന്നാൽ താൻ പോലും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ താൻ എഴുതിയിരുന്ന മറ്റൊരു പരീക്ഷയിൽ 3ാം റാങ്കോടുകൂടി ലിസ്റ്റ് പുറത്തു വരികയും മകൾക്കത് അടുത്ത ദിവസം ജോലിക്കുള്ള കാരണമായി മാറുന്നു. 11ാം തീയതി മകൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഉടമ്പടി നൽകുന്ന ആദ്യത്തെ ഒരു സംരക്ഷണം അത് നമ്മളെ ഓൺ ചെയ്യുവാൻ അമ്മ മാതാവുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പരിമിതികൾക്കപ്പുറം നമുക്ക് തന്നെ ഒരു അഡ്രസ്സില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, സാമ്പത്തിക ഞെരുക്കമാണല്ലോ എന്നൊക്കെ ഓർത്ത് നാം വിഷമിക്കുമ്പോൾ നമ്മളെ ഒരു കാൽ ഉറപ്പിച്ച് നിർത്തുവാൻ പറ്റുന്ന വിധത്തിൽ, ജീവിതത്തിൽ തലയുയർത്തി നിൽക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമുക്കൊരു ആത്മധൈര്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നമ്മളെ സഹായിക്കുന്നു. അതിൻ്റെ അടയാളമാണ് മകൾക്ക് കിട്ടിയ ജോലിയെക്കുറിച്ചുള്ള മകളുടെ സാക്ഷ്യം. രണ്ടാമത്തത്, പലപ്പോഴും നമ്മുടെ വൈവാഹിക ജീവിതത്തിലുണ്ടാവുന്ന അകൽച്ചകളും തകർച്ചകൾക്കും നമ്മുടെ തന്നെ കാരണങ്ങൾ അതിനുണ്ടാവാറുണ്ട്. ഒന്ന് വിട്ടുകൊടുക്കുവാനുള്ള മനസ്സില്ലായ്മ, ചില വാശി കൂടുതലുകൾ, ചില ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് അത് വലിയ വിഷയങ്ങളാവുക, അല്ലെങ്കിൽ അല്പകാലം സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അപ്പോൾ തീരുമാനം വേണമെന്ന് നമ്മുടെ നിർബന്ധങ്ങൾ കാരണം സഹനത്തിന് പകരം എടുത്തുചാട്ടങ്ങൾ നമ്മളെ കൊണ്ടുപോയി ആപത്തിലാക്കുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെ, ദാമ്പത്യ ബന്ധത്തെ ഒരു അപകടത്തിലേക്കും അപജയത്തിലേക്കും കൊണ്ടുപോകാറുണ്ട്. മകൾ പറയുന്നുണ്ട്, ദാമ്പത്യ ജീവിത പങ്കാളിയുമാരൽപ്പം അകൽച്ചയിലും ഒരു സ്വരച്ചേർച്ചയില്ലായ്മയിലും ജീവിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം തന്നെ എളിമപ്പെടുവാനുള്ള കൃപ ലഭിച്ചു. അങ്ങോട്ട് ഫോൺ വിളിക്കുവാനുള്ള സന്മനസ്സുണ്ടായി. അത് ഒരുമിച്ച് ജീവിക്കണമെന്ന തീരുമാനം ഉള്ളിലുണ്ടായി. അതുവരെയും ഇങ്ങനെ എന്നെ വേണമെങ്കിൽ തിരക്കട്ടെ എന്ന് കരുതിയിരുന്ന മനസ്സിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട എൻ്റെ കുടുംബജീവിതത്തെ, ദാമ്പത്യ ബന്ധത്തെ വിളക്കി ചേർക്കുമെന്ന നിശ്ചയത്തോടു കൂടി അമ്മയ്ക്ക് ആ നിയോഗം കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിത പങ്കാളിയുടെ കടയിൽ ചെന്ന് അമ്മയുടെ സംരക്ഷണത്തിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് ബന്ധം ശരിയാകുവാനായി ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആന്തരികമായി മാറ്റുന്നുണ്ട്. ഒരുപക്ഷെ കുറവുകൾ നമുക്കായിരിക്കില്ല, മറുഭാഗത്തായിരിക്കാം. നമുക്ക് കുറവുകളില്ലെങ്കിൽ കൂടിയും ആന്തരികമായി നമ്മൾ എളിമപ്പെടുവാനും
ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഒന്ന് കരം നീട്ടാനും തയ്യാറാകുമ്പോൾ ദൈവം കരം പിടിച്ചുകൊണ്ട് നമ്മുടെ അപകടകരമായ പിഞ്ചിപ്പോകുന്ന വിള്ളൽ വീണ കുടുംബ ദാമ്പത്യ ബന്ധത്തെ പോലും വിളക്കിച്ചേർത്ത് ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. മകൾ അതാണ് പറയുക, 1 ഞാൻ ഫോൺ വിളിക്കുവാൻ തീരുമാനിച്ചു, 2 ഞാൻ എളിമപ്പെടുവാൻ തീരുമാനിച്ചു, 3 എൻ്റെ ജീവിത പങ്കാളിയുടെ കടയിൽ ഉപ്പ് വിതറിക്കൊണ്ട് ഈ ബന്ധം ശരിയാകുവാൻ സാഹചര്യങ്ങൾ ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ബാക്കിയെല്ലാം ഒത്തിരി നാളായി അകന്നു മാറിയ ബന്ധത്തെ അമ്മ മാതാവ് ഒരുമിച്ച് ചേർത്ത് സന്തോഷത്തോടെ ഈ കഴിഞ്ഞ 1.5 വർഷം ജീവിക്കുവാൻ അനുവദിച്ചുവെന്ന നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധങ്ങളിലുള്ള ഭിന്നിപ്പുകളെ ഒന്ന് പരിശോധന ചെയ്യണം. ഉടമ്പടി വിദേശത്ത് പോകുവാനോ രോഗം സുഖപ്പെടുവാനോ കേവലമായ ആവശ്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുവാനോ കടബാധ്യത മാറുവാനോ ഒന്നും വേണ്ടിയല്ല. അങ്ങനെ നമ്മൾ അതിനെ തരം താഴ്ത്തരുത്. മറിച്ച് ഉടമ്പടി ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഉപകരണങ്ങളായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയുള്ളൊരു വഴിയാണ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ നിറവേറ്റപ്പെടണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ചോദിക്കണം, ഞാൻ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ തന്നെ എന്നോട് സംസാരിച്ച് തീരുമാനങ്ങളെടുത്ത് മുൻവിധികളോടുകൂടി ദൈവത്തിൽ ഇടപെടാൻ പറ്റാത്ത വിധം ബാരിയർ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടമൊരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തോട് തുറവിയുള്ളവരാകുവാൻ, എളിമപ്പെടുന്നവരാകുവാൻ പ്രാർത്ഥിക്കാം. 3-ാമത്തത്, ഏറെ നാളായി 8ഓളം വർഷത്തോളം മകൾ അനുഭവിച്ചിരുന്ന രക്തവാതത്തിൻ്റെ അസുഖം. മകൾ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചും പൂർണ്ണമായത് സൗഖ്യത്തിലേക്ക് മാറിയതും അത്രനാളും നിരന്തരം ഉപയോഗിച്ചിരുന്ന എല്ലാ മരുന്നുകളും പാടെ ഉപേക്ഷിച്ചുകൊണ്ട് വേദനകളില്ലാതെ രക്തം പൊടിയുന്നതില്ലാതെ മകൾ ഇന്ന് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. വ്യത്യസ്തമായ ജീവിത മേഖലകളുടെ അനുഭവങ്ങളെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കും ഇത് സാധ്യമാണ്. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നമുക്ക് ജീവിതത്തെ സമർപ്പിക്കാം. അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുഗ്രഹം തരിക തന്നെ ചെയ്യും. കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.